നമസ്കാരം, തുഞ്ചൻ വിഷനിലേക്ക് സ്വാഗതം. മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. താനാളൂർ പഞ്ചായത്ത് ഭരണസമിതി വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുന്നു എന്ന UDF ആരോപണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി. പദ്ധതി വിഹിതം ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ എല്ലാ വാർഡിലേക്കും തുല്യമായി നൽകുന്ന രീതിയാണുള്ളത്. അത് എല്ലാ വാർഷിക പദ്ധതി രേഖകളും നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. MLA വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിനും യാതൊരുവിധ പക്ഷപാതിത്വവും കാണിക്കുന്നില്ല എന്നും ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താനാളൂർ പഞ്ചായത്ത് ഭരണസമിതി വികസനത്തിൽ രാഷ്ട്രീയം കലർത്തുന്നു എന്ന UDF ആരോപണം തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പദ്ധതി വിഹിതം ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ എല്ലാ വാർഡിലേക്കും തുല്യമായി നൽകുന്ന രീതിയാണുള്ളത്. അത് എല്ലാ വാർഷിക പദ്ധതി രേഖകളും നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. MLA വികസന പദ്ധതികൾ കൊണ്ടുവരുന്നതിനും യാതൊരുവിധ പക്ഷപാതിത്വവും കാണിക്കുന്നില്ല. ആദ്യമായി ഹാർബർ എഞ്ചിനീയറിംഗ് ഫണ്ട് ഉപയോഗിച്ച് റോഡ് നന്നാക്കിയത് UDF പ്രതിനിധീകരിക്കുന്ന 5ാം വാർഡിലെ വട്ടിശ്ശേരി റോഡാണ്. പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് ഇപ്പോൾ ടെൻഡർ ചെയ്ത വർക്ക് വീണ്ടും UDF തന്നെ പ്രതിനിധീകരിക്കുന്ന 11ാം വാർഡിലാണ്. കഴിഞ്ഞ വർഷം ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് 16ാം വാർഡിലെ റോഡിലാണ് പ്രവൃത്തി നടത്തിയത്. ഇതും UDF പ്രതിനിധീകരിക്കുന്ന വാർഡാണ്. ഫ്ലഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പിണക്കൽ ഒഴുക്കുംപാറ റോഡ് നന്നാക്കുന്നതിനുള്ള പദ്ധതിയും UDF പ്രതിനിധീകരിക്കുന്ന 6ാം വാർഡിലാണ്. എന്നാൽ 2ാം വാർഡ് പ്രദേശത്തെ 64ാം നമ്പർ അംഗൻവാടിക്ക് കായിക വകുപ്പ് മന്ത്രി V. അബ്ദുറഹ്മാന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 14 ലക്ഷം രൂപ അനുവദിച്ചതിന് വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തുകയാണ് UDF മെമ്പർമാർ ചെയ്തത്. ആസ്തി രജിസ്റ്ററിന്റെ കോപ്പി ആവശ്യപ്പെട്ട് 15ാം തീയതിയിൽ താനൂർ ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടപ്പോൾ ഇത് അനുവദിക്കാൻ കഴിയില്ല എന്നും ഈ അംഗനവാടിക്ക് ജില്ലാ പഞ്ചായത്ത് പദ്ധതി ഉണ്ട് എന്നുമുള്ള വികടവാദം ഉയർത്തുകയാണ് UDF ചെയ്തത്. ആയത് കരട് പദ്ധതി രേഖയിൽ മാത്രമാണ് എന്നതാണ് വസ്തുത. താനാളൂർ പഞ്ചായത്ത് ഭരണസമിതി ഒരു കാലഘട്ടത്തിലും അത്തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. അത് ഈ ഭരണസമിതിയുടെ കഴിഞ്ഞ 4 കൊല്ലത്തെ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാലും കാണാൻ കഴിയും. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. പഞ്ചായത്തിൻ്റെ പദ്ധതി രേഖ നോക്കിയാൽ ഭരണപക്ഷ വാർഡെന്നോ പ്രതിപക്ഷ വാർഡെന്നോ ഒരു തരത്തിലുള്ള ഭേദഗതിയും കാണാൻ കഴിയില്ല. വളരെ തുല്യമായി ഈ താനൂർ മണ്ഡലത്തിനകത്ത് ഭരണത്തിൽ ഇടതുപക്ഷം ഇരിക്കുന്ന ഏക പഞ്ചായത്താണ് താനാളൂർ. എന്നാൽ താനാളൂരിൽ 23 വാർഡ് മെമ്പർമാരെയും ഒരുപോലെ കണ്ടുകൊണ്ട് ആ വാർഡിലെ വികസനത്തിന് തുല്യമായി തുക നൽകുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്തിലെ വികസന കാര്യങ്ങളിൽ മാതൃകാപരമായ ഇടപെടൽ നടത്തുന്ന മന്ത്രി അനുവദിച്ച ഫണ്ട് ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് ഭരണസമിതി തീരുമാനിച്ചത്. താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നിലവിലുള്ള റോഡുകളുടെ പ്രശ്നങ്ങൾ ജലജീവൻ പദ്ധതിക്ക് ട്രെഞ്ച് എടുത്തതിന്റെ ഭാഗമായി ഉള്ളതാണ്. ഇതിന്റെ 40% പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്ത് പദ്ധതിയും MLAയുടെ ഫണ്ടും ഉപയോഗിച്ച് ഇതിനകം നന്നാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ഗതാഗത യോഗ്യമാക്കുന്നതിന് ജലസേചന വകുപ്പ് മന്ത്രിയും താനൂർ MLAയും മന്ത്രിയുമായ V. അബ്ദുറഹ്മാനും കൂടി ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളുമായി ചർച്ച നടത്തി പദ്ധതികൾ തയ്യാറാക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ UDF ദുഷ്പ്രചരണം നടത്തുന്നത്. മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കുന്നതിന് പഞ്ചായത്ത് ഭരണസമിതി പ്രതിജ്ഞാബദ്ധമാണ്. UDFന്റെ ഈ ദുഷ്പ്രചരണം തള്ളിക്കളയണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്ന് V. അബ്ദുൾ റസാഖ്, M. അമീറ കുനിയിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. TVN ന്യൂസ്, തിരൂർ. എന്നാലും ഗൾഫിലിരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല. ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവളുടെ ഐഡിയക്ക് ചെയ്തതല്ല. എന്നാലും ഈ ഫ്ലോറിംഗും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ? ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡെന്നാ. അവിടെയാണെങ്കിൽ 2-3 നിലയിൽ ഫ്ലോറിംഗിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും. മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം.